വഴുതനങ്ങ കൊണ്ടേ ഇതേപോലത്തെ ഒരു കറി നിങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഈ അടുത്താണ് ഇതിൻ്റെ റെസിപ്പി കിട്ടിയത്. ഞാൻ ഉണ്ടാക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ആദ്യം തന്നെ പാൻ അടുപ്പിൽ വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണയും 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവണ വരെ വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. ഈ കറി ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. തേങ്ങ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടി അവരവരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വറുത്തെടുത്ത തേങ്ങ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി 3 വഴുതനങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയെടുത്ത് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറിയ സൈസ് ആക്കരുത്. ഇതിനധികം വേവില്ലാത്തതുകൊണ്ട് നന്നായിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. വഴുതനങ്ങക്ക് ചെറിയൊരു കറയുള്ളതുകൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കണം. ഇത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായതിനു ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 5-6 ഉള്ളിയും 2-3 പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടി വരുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന വഴുതനങ്ങയോട് ചേർത്ത് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വഴുതനങ്ങൾക്ക് വേവ് കുറവല്ലേ, അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കരുത്. ആ ആവിയിൽ തന്നെ വെന്ത് വരണം. ഈ വെന്ത് വന്നതിലേക്ക് കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ഒഴിക്കരുത്. നല്ല പേസ്റ്റ് പോലെ ഇരിക്കണം. ആദ്യം ഈ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് വരും. വെന്ത് വന്ന വഴുതനങ്ങയിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം തിളപ്പിക്കാനായിട്ട്. ഈ കറിയുടെ കൺസിസ്റ്റൻസി പ്ലേറ്റിലൊക്കെ വിളമ്പിക്കഴിഞ്ഞാൽ ഒഴുകി പോവരുത്. അതുവരെ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തെളിയണ വരെയും തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് താളിച്ചെടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി ഒരു കളറിന് വേണ്ടി അതും കൂടി ചേർത്ത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അങ്ങനെ കറി റെഡിയായി. ഈ കുട്ടികൾക്കാണെങ്കിൽ വഴുതനങ്ങയൊന്നും അത്ര താല്പര്യമില്ലാത്തൊരു പച്ചക്കറിയല്ലേ. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ എന്തായാലും അവർ കഴിക്കും. സ്കൂളിലൊക്കെ ചോറിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. മുതിർന്നവർക്കും അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇനി പുതിയൊരു റെസിപ്പിയൊക്കെ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.